നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരാളുടെ ജീവിതം പൂർണ്ണമാവണമെങ്കിൽ വേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന് ജോലി, രണ്ട് വിവാഹം. ഒരിടത്തും പറ്റിയ കടം മേടിക്കണേ എന്ത് വേണം? ജോലി വേണം. നല്ലൊരു ജോലി ഉണ്ടെങ്കിലേ ഒരിടം നല്ല ഒരു ആലോചന, നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പങ്കാളിയെ നമുക്ക് ലഭിക്കത്തുള്ളൂ, അല്ലേ? അപ്പോൾ നമുക്ക് 2025 ആഗസ്റ്റ് 17 നമുക്ക് ഈ ഒരു വർഷം, അതായത് കൊല്ലവർഷം 1201 ആണ്ട് നമുക്ക് തുടങ്ങുകയാണ് ഞായറാഴ്ച ദിവസം കൊണ്ട്. ഞായറാഴ്ച വെളുപ്പിനെ 1:52 ചിങ്ങരവി സംക്രമം. നമ്മളിവിടെ പറയാൻ പോകുന്നത് 2025 ആഗസ്റ്റിന് ശേഷം, ആഗസ്റ്റ് 17 ശേഷം നമുക്ക് നല്ല ജോലി, ഉന്നതമായ ജോലി, ഇത്രയും നാളും കഷ്ടപ്പെടുന്നതനുസരിച്ച് പ്രയോജനം ലഭിക്കാതിരുന്ന ജോലി വിടാൻ അല്ലെങ്കിൽ നല്ല ജോലി കിട്ടാനൊക്കെ സാധ്യതയുള്ള ആൾക്കാർ, അതുപോലെ പല ബന്ധങ്ങൾ വന്നിറക്കാവുകയും അല്ലെ പല ബന്ധങ്ങൾ വന്നിട്ട് കൈത്തുമ്പത്ത് വന്നിട്ട് നഷ്ടപ്പെട്ടു പോയി, വിവാഹം നടക്കുന്നില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് വിവാഹം ജോലിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത. നമ്മളിവിടെ പറയാൻ പോകുന്നത് കുറച്ച് നക്ഷത്രക്കാരെ മാത്രമാണ്. ഈ നക്ഷത്രക്കാർക്ക് മാത്രമാണോ ഈ യോഗം എന്നൊരു ചോദ്യം ഉണ്ടാവും. ഒരിക്കലുമല്ല. 27 നാളുണ്ട്. 27 നാളിൻ്റെ പൊതുഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഗോചാരിലെ ഓരോ ഗ്രഹങ്ങൾ, പാദത്തിന് വ്യാഴം, ചൊവ്വ, ശുക്രന്, ശനി, രാഹു, കേതുക്കൾ, ഇവയൊക്കെ അനുസരിച്ചുള്ള ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഇത് ഗോചര ഫലം മാത്രമാണ്. ഇതൊരു 100% വ്യക്തത ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്കൊരു ജ്യോത്സ്യനെ കാണേണ്ട കാര്യമുണ്ട്. പിന്നെ നമ്മൾ ഈ ഫലം നിങ്ങൾ കണ്ടു, 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ശ്രമിക്കുന്നവനെ ഇത് കിട്ടുകയുള്ളൂ. നമുക്ക് താൻ ബാ ദൈവം ബാധീന, നമുക്ക് ശ്രമിക്കുകയും കൂടെ ചെയ്തെങ്കിൽ ലഭിക്കുകയുള്ളൂ. ശ്രമിച്ചിട്ടും നമുക്ക് ഈ പറഞ്ഞ 1 മാസം 2 മാസം ശ്രമിച്ചിട്ടും കിട്ടുന്നില്ല എങ്കിൽ നല്ല ജ്യോതിഷനെ അവരുടെ ജാതകമായിട്ട് പരിശോധിച്ച് കുടുംബപരമായ എന്തെങ്കിലും ദോഷമുണ്ടോ, ജാതകപരമായ എന്തെങ്കിലും ദോഷമുണ്ടോ, അതൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ ജോലിയും വിവാഹമൊക്കെ കിട്ടും, സംശയമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നക്ഷത്രങ്ങളിലേക്കൊന്ന് കിടക്കാം. നമുക്ക് അശ്വതി നക്ഷത്രമാണ് ആദ്യം പറയുന്നത്. ഭഗവതിയുടെ നാളാണ് അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നക്ഷത്രക്കാർ എങ്ങും പരാജയപ്പെട്ട അവസ്ഥ പറയുന്നില്ല. എങ്കിലും അശ്വതി നക്ഷത്രക്കാർക്ക് കുറച്ച് കാലം ഇവർക്ക് ഈ പറഞ്ഞ പോലെ കൈപ്പുനീര് കുടിക്കേണ്ടി വരുന്ന അവസ്ഥ, എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകും. പക്ഷെ ഈ ഒരു ചിങ്ങത്തോടെ ഇവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഇവർക്കുണ്ടാകുന്നൊരു വർഷമായിട്ട് പറയാവുന്നതാണ്. അടുത്ത കാർത്തിക നക്ഷത്രം, കീർത്തി കേൾക്കുന്ന ഒരു നാളുകളിലൊന്നാണ് കാർത്തിക നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാർത്തികേയൻ്റെ നാളാണ്, അല്ലയോ? കാർത്തികേയൻ്റെ നാള് പൂയമാണ്. അതായത് പൂയ നക്ഷത്രമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ. എങ്കിലും കാർത്തിക നക്ഷത്രത്തിന് പ്രാധാന്യം നമുക്ക് ഉണ്ട്. കാർത്തിക നക്ഷത്രം കീർത്തി ഏൽക്കുന്ന പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകുന്ന നക്ഷത്രം തന്നെയാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ജോലി കിട്ടാത്തവർക്ക് ജോലി കിട്ടാൻ, വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കും ഒന്നാം വിവാഹത്തിന് ശ്രമിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായ സമയമായിട്ട് പറയാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിണി നക്ഷത്രമാണ്. ഭഗവാൻ കൃഷ്ണസ്വാമിയുടെ നാളാണ് രോഹിണി, അല്ലേ? അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ പോലെ തൊഴിൽ പുരോഗതി ഉണ്ടാവുക, ജോലി മാറിക്കയറാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയാം. സർക്കാർ ജോലിക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റൊക്കെ ഉള്ളവർക്ക് ഈ ചിങ്ങത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഈ ഒരു വർഷത്തെ ഫലമായി പറയുന്നത്, 1 വർഷത്തിനകമായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള സാധ്യത രോഹിണി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അടുത്തത് പൂയം നക്ഷത്രമാണ്. പറഞ്ഞ പോലെ കാർത്തികേയൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ നാളാണ് പൂയം. പൂയ നക്ഷത്രക്കാർക്ക് പൊതുവെ ചോദ്യം ഉണ്ടാവും, കർക്കിടകക്കൂറല്ലേ 12-ല്ലേ വ്യാഴം നിൽക്കുന്നതെന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും. വ്യാഴത്തിൻ്റെ അവസ്ഥ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. വ്യാഴം ഈ വർഷം തന്നെ ജന്മത്തിലേക്ക് വരുന്നുണ്ട്. ഈ ജന്മത്തിലേക്ക് വരുന്ന അവസ്ഥ കുറച്ചുകൂടെ നല്ലതാണ്. അതുപോലെ മറ്റ് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. ആ ഒരവസ്ഥയിൽ ഇവർക്ക് പൂയ നക്ഷത്രക്കാർക്കും ഈ പറഞ്ഞ പോലെ നല്ല ജോലിയെ കിട്ടാം. അടുത്ത ഉത്തര നക്ഷത്രം, ധർമ്മശാസ്താനാണ് ഉത്തര നക്ഷത്രമാണ്. അപ്പം നമുക്ക് ചിങ്ങക്കൂറും വരുന്നുണ്ട്, കന്നിക്കൂറും വരുന്നുണ്ട്. പൊതുവെ 2 കൂറുകാർക്കും പറഞ്ഞ പോലെ ജോലിയും വിവാഹവും ഒക്കെ നടക്കാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്. അടുത്ത തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രത്തിന് 5-ലാണ് ശനി നിൽക്കുന്നത്. അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നെങ്കിലും ബുധനക്ഷത്രത്തിൽ നിൽക്കുന്ന വ്യാഴമാണ്. അത് വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് നമുക്ക് അവിട്ട നക്ഷത്രമാണ്. അവിട്ടിൽ നേടുമെന്നാണ് പറയുന്നത്. അവിട്ട നക്ഷത്രം മകരക്കൂറ്, കുംഭക്കൂറ്, 2 കൂറുണ്ട്. ഇവർക്ക് കുംഭക്കൂറുകാർക്ക് ഏഴശനി അല്ലേ എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ഉണ്ടാവും. ഏഴശനി ആയാലും കുഴപ്പമൊന്നുമില്ല, 5-ലാണ് വ്യാഴം നിൽക്കുന്നത്. അതൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് മകരക്കൂറിൻ്റെയും കുംഭക്കൂറിൻ്റെ അധിപതി ശനിയാണ്. ഇവർക്ക് ശനി വലിയ ദോഷം ചെയ്യത്തില്ല. രാശിയാധിപനാണ് ശനി. അതിനാൽ വ്യാഴ നക്ഷത്രം നിൽക്കുമ്പോൾ ആ ശനി നമുക്ക് വലിയൊരു ദോഷം ചെയ്യത്തില്ല. പിന്നെ രേവതി നക്ഷത്രം, രേവതിക്കും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിലുള്ള ആദായങ്ങൾ ഉണ്ടാവാൻ, ബിസിനസ്സുകാർക്കായാലും വിവാഹം നടക്കാൻ, ഇപ്പം എന്തെങ്കിലുമൊക്കെ ജോലി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കായാലും കുറച്ചുകൂടെ
നമുക്ക് നല്ല സാമ്പത്തികം കിട്ടുന്ന ജോലിയോ അല്ലെങ്കിൽ ദേവനക്ഷത്രക്കാർക്ക് പുറത്തോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിലും ആ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും അനുകൂലമായൊരു സമയമായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഇവർ മാത്രം ശ്രമിച്ചാൽ മതി എന്നൊരു ചോദ്യം ഉണ്ടാവും. ഒരിക്കലും പോരാ. ഇവർ മാത്രമല്ല ബാക്കിയുള്ളവരും ശ്രമിക്കുമ്പോൾ ഇവർ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വ്യാഴാഴ്ച വ്രതം എടുക്കണം. അത് മലയാള മാസത്തിൽ ആദ്യത്തെ വ്യാഴാഴ്ച വ്രതം എടുത്തിട്ട് അടുത്ത വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് നെൽപ്പറ, പാൽപ്പായസം, തുളസിമാല, ഭാഗ്യസുക്ത മന്ത്രം കൊണ്ട് അർച്ചന കഴിക്കുക. അപ്പം ബാക്കിയുള്ള നക്ഷത്രക്കാരും ഈ ഒരു വഴിപാട് ചെയ്തുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇങ്ങനെയൊക്കെയുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാവും. ജോലി കിട്ടാനായിട്ട്, വിവാഹം നടക്കാനായിട്ട് പൗർണമി വ്രതം അനുഷ്ഠിക്കുന്നത്, തിങ്കളാഴ്ച വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നത് ബാക്കിയുള്ള നാളുകാർ നന്നായിരിക്കും. പിന്നെ ജാതകം കൂടെ പരിശോധിക്കുക, അതാണ് പ്രധാനം. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.